വാഹനങ്ങൾക്കൊക്കെ തീ പിടിച്ചിട്ടുണ്ടോ എങ്ങനെയെങ്കിലും? ഞങ്ങളാണെങ്കിൽ കുറേ വാഹനങ്ങൾ ആദ്യം വന്നപ്പോൾ തന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ടൂ വീലർ ഇവിടെ ആണെങ്കിൽ പിന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ നല്ല വാഹനങ്ങൾ. അത് ആദ്യമേ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അകത്ത് കുറേ വാഹനങ്ങൾ ബാക്ക് സൈഡിലുണ്ടായിരുന്നു, അതിനൊക്കെ തീ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങൾ തീ പിടിച്ച് നശിച്ചിട്ടുണ്ടോ? കുറേ വാഹനങ്ങൾ തീ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് വാഹനം എന്നല്ല, കുറച്ച് വാഹനങ്ങൾ. അത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പാർക്ക് ചെയ്ത വാഹനങ്ങളാണ്. അതിലും കൂടുതൽ വാഹനങ്ങൾ നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളുണ്ട്, ഇതിനകത്ത് തന്നെ കീപ്പ് ചെയ്ത വാഹനങ്ങളുണ്ട്. ഈ പറയുന്ന സ്ക്രാപ്പായിട്ട് കൊണ്ടുവന്ന വാഹനങ്ങളുണ്ടായിരുന്നു. കെട്ടിടത്തിനകത്ത് വാഹനങ്ങളുണ്ട്. കെട്ടിടത്തിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പൊട്ടിത്തെറികളായിരുന്നു ആദ്യം. ഏതാണ്ട് 6-7ഓളം സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെ എത്ര സിലിണ്ടറുകൾ ഉണ്ടാവും? 12ഓളം സിലിണ്ടറുകൾ നാട്ടുകാർ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇനിയും ഉള്ളിൽ സിലിണ്ടറുകളൊക്കെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ തീ അണച്ചിട്ടേ ഉള്ളൂ. അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ പുക മാറണം. ഇപ്പം നല്ല പുകയാണ്. ഈ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു. തീ പൂർണ്ണമായിട്ട് അണച്ചിട്ടുണ്ട്. ഈ 6 തൊഴിലാളികളുടെ സാഹചര്യം എന്താണ് ഇവിടുന്ന് രക്ഷിച്ചു എന്ന് പറയുന്നത്? തൊഴിലാളികളൊക്കെ നമ്മളൊക്കെ ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ നിലവിലുള്ള സ്റ്റേജ് അറിയത്തില്ല. കാര്യം നമ്മൾ അന്നേരം ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ട്. അവരിനി പുക ശ്വസിച്ചാൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. പൊള്ളലേറ്റുള്ള അപകടങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഓഫീസർ എടുത്ത് ചോദിച്ചാൽ മതി. കാര്യം ഞങ്ങൾ അവിടെ ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റെന്തെങ്കിലും കാഷ്വാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓഫീസേഴ്സിന് കൂടുതൽ അറിയാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ചില കണ്ടന്റിനൊക്കെ അകത്ത് തീയുണ്ട്, താഴ്ഭാഗത്ത് തീയുണ്ട്. നമ്മൾ മേളത്തെ പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 90% ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്നും അടിച്ച് കെടുത്തിയിട്ടുണ്ട്. ഇതിപ്പം JCB കൊണ്ടുവന്നിട്ട് സാധനങ്ങളെല്ലാം പറക്കി മാറ്റുകയാണ്. കാരണം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. കാരണം ചൂടായിരിപ്പുണ്ട്, ഹെവി ഐറ്റംസ് ഉണ്ട്. ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ JCB വെച്ച് തോണ്ടുന്നത്. ഈ തോണ്ടുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നല്ല പുകയെന്ന് പറഞ്ഞാൽ അത് ടോക്സിക്കാണ്. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ തളർന്നു പോകും, ഡീഹൈഡ്രേഷൻ ആവും. അതിന്റെ ഭാഗമായിട്ട് ഈ പുക മാറുന്നത് വരെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാറിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തിനകത്താണ് JCB ഉപയോഗിച്ചത് നീക്കാൻ പോകുന്നത്. കെട്ടിടത്തിന്റെ ഇടത് സൈഡിൽ കൂടെയാണ് ഇപ്പോൾ JCB വെച്ച് കയറിയിരിക്കുന്നത്. ആ ആക്സസിലൂടെയാണ് JCB വെച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി എല്ലാ സൈഡിലേക്കും വന്നുകൊണ്ടിരിക്കും. അപകടം നാട്ടുകാർ അറിയിച്ചാണോ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അറിയുന്നത്? ഞങ്ങളിപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് കോളായിട്ട് മട്ടാഞ്ചേരി സ്റ്റേഷനിൽ നിന്നാണ് വന്നത്. ആദ്യം ഈ കോള് ലഭിച്ചിരിക്കുന്നത് ഗാന്ധിയർ സ്റ്റേഷനാണ്. അപ്പോൾ ഗാന്ധിയർ സ്റ്റേഷനിലേക്ക് മെസ്സേജ് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് അവിടുത്തെ കൺസേൺഡ് ഞങ്ങളുടെ സ്റ്റേഷൻ ഓഫീസറുണ്ട്. സ്റ്റേഷൻ ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റും. രാജ് സാർ ഇവിടെ ഉണ്ട്. ഗാന്ധിനഗർ യൂണിറ്റാണ് ആദ്യം എത്തിയത്. ഗാന്ധിനഗർ യൂണിറ്റാണ് ആദ്യം എത്തിയത്. ആകെ എത്ര യൂണിറ്റുകളാണ് സാർ നിങ്ങൾ എത്തിയത്? ഇപ്പം ഞങ്ങൾ ഗാന്ധിനഗറിൽ നിന്ന് വന്നിട്ടുണ്ട്, ക്ലബ് റോഡിൽ നിന്ന് വന്നിട്ടുണ്ട്, മട്ടാഞ്ചേരി വന്നിട്ടുണ്ട്, ഏലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, കല്ലൂർക്കാടിൽ നിന്ന് വന്നിട്ടുണ്ട്, പിന്നെ തൃപ്പൂണിത്തുറയിൽ നിന്ന് വന്നിട്ടുണ്ട്, തൃക്കാക്കരയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം എല്ലാ സ്റ്റേഷനിലെയും 2-3 യൂണിറ്റ് വീതം വന്നിട്ടുണ്ട്. അങ്ങനെ വെച്ച് കണക്കൂട്ടുമ്പോൾ തന്നെ ഏകദേശം 10-20 ഫയർ ടെൻഡറോളം വെള്ളം കൊണ്ടുവന്ന് അടിച്ചിട്ടുണ്ട് ഇവിടെ. മറ്റ് കെട്ടിടങ്ങളിലേക്കൊന്നും തീ വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? മറ്റ് കെട്ടിടങ്ങളിലേക്കുള്ള തീ വ്യാപിക്കുന്നതാണ് ആദ്യം കേരള ഫയർഫോഴ്സ് എടുത്ത നടപടി. ആദ്യം ചെയ്തതാണ് മറ്റ് കെട്ടിടങ്ങൾ. കാരണം പുറകിലേക്ക് എന്താ വെച്ചാൽ താമസക്കാരുണ്ടായിരുന്നു, അതിലേക്ക് തീ പിടിക്കാനോ ഇപ്പുറത്തുള്ള മറ്റ് ബിൽഡിങ്ങിലോ ഒന്നും തീ പിടിച്ചിട്ടില്ല. റെയിൽവേ ലൈനിലോട്ടൊന്നും തീ പോയിട്ടില്ല. ഇതൊക്കെയാണ് ആദ്യം നമ്മൾ പ്രൈമറി ആയിട്ട് ചെയ്തത്. എന്നിട്ടാണ് പിന്നീട് നമ്മൾ ഉള്ളിലേക്ക് കയറി തീ മൊത്തം അണച്ചത്. ഒരു വശത്ത് റെയിൽവേ ട്രാക്ക്, ഒരു വശത്ത് മെട്രോ റെയിൽ ട്രാക്ക്, വലിയൊരു അപകടമാണ് ഒഴിവായത്. ഈ അപകടമാണ് നമ്മൾ ആദ്യം നമ്മുടെ ഓഫീസേഴ്സിന്റെ നിർദ്ദേശം അതായിരുന്നു. ആദ്യം നമ്മുടെ ഈ അടുത്ത ബിൽഡിങ്ങിലുള്ളതും അവിടെയുള്ള ആൾക്കാരെ ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബിൽഡിങ്ങിലേക്ക് പുക വിടുന്നുണ്ടായിരുന്നു. അടുത്ത ബിൽഡിങ്ങിലേക്ക് തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. ഇതാണ് ആദ്യം നമ്മൾ ചെയ്തത്. ഇതായിരുന്നു. തീപിടുത്തത്തിനുണ്ടായ സാധ്യത എന്താണെന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട്? നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്താ സാധ്യത എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഫയറിന്റെ ബേസിലോട്ടൊക്കെ കയറുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ. ഇപ്പം നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് എല്ലാ ഫ്ലോറിലെയും ഫയർ അണച്ചുകയാണ് ചെയ്തത്. അകത്തോട്ട് കയറുമ്പോൾ ഞങ്ങളുടെ ഓഫീസേഴ്സ് അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയും. ആദ്യം തീപിടുത്തം ഉണ്ടായി, പിന്നീട് ഗ്യാസ് പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി വർദ്ധിച്ചത്. ഈ എന്ന് പറയുമ്പോൾ ഗ്യാസിനല്ലല്ലോ തീ പിടിച്ചത്. എന്ന് വെച്ചാൽ പുറത്തുള്ള കണ്ടൻസുകൾക്കാണ് തീ പിടിച്ചത്. പുറത്തുള്ള കണ്ടൻസുകൾക്കാണ് തീ പിടിച്ചത്. ആ തീ ഗ്യാസിലേക്ക് ചെന്ന് ചൂടടിച്ച് പുറമേ ഗ്യാസിന്റെ മെറ്റലിനകത്ത് ചൂടടിച്ച് അത് ബഡ്ജ് ചെയ്ത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ഗ്യാസിന്റെ സിലിണ്ടറിന് ഉള്ളിലേക്ക് തീ പോകത്തില്ല. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എല്ലാം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്.